മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനും പാർട്ടിയും നാണം കെട്ടിരിക്കുന്നു. അതോടെയാണ് അവരെ കോഴിക്കോട്ടേക്ക് നാടുകടത്തുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാലയിലെ അഴിമതിയും ഡ്രൈവറെ മർദ്ദിച്ചതും കഴിവുകെട്ട ഭരണവുമൊക്കെ കാരണം നാണം കെട്ടുപോയ പാർട്ടിക്ക് ആര്യക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് കസേരയിൽ ഇരുന്ന ആര്യ രാജേന്ദ്രൻ പടിയിറങ്ങും മുൻപ് മറ്റൊരു പദവി കൂടി ലഭിച്ചിരിക്കുകയാണ്. ജനാധിപത്യം അട്ടിമറിക്കാൻ കൂട്ടുനിന്ന തട്ടിപ്പു മേയർ. അതിൽ ചിലപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞത് എന്ന് മാത്രമല്ല, പ്രായം കൂടിയതും അവർ തന്നെയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയ മറ്റൊരു മേയർ ഇവിടെ ഉണ്ടാകില്ല. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ടു എന്ന സംഭവം വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. ഓഫീസിലെ ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാണ് ഇപ്പോൾ 8 നിലയിൽ പൊട്ടിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് യഥാർത്ഥത്തിൽ വലിച്ചെറിഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ മുഖത്തേക്കാണ്. ആര്യയും അവരുടെ ഓഫീസും ഇടപെട്ടു എന്നതിന് തെളിവ് പുറത്തു വന്നിരിക്കുന്നു. വൈഷ്ണയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാരാണ് വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീട്ടുകളിലെത്തി താമസക്കാരിൽ നിന്നും രേഖകൾ എഴുതി വാങ്ങിയത്. കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ ഇടപെട്ടതിൻ്റെ തെളിവാണിപ്പോൾ പുറത്തു വന്നത്. തങ്ങളാണ് ഈ വീട്ടിൽ 2 വർഷമായി താമസിക്കുന്നത് എന്നും മറ്റാരും ഇവിടെ താമസിക്കുന്നില്ല എന്നുമുള്ള സത്യവാങ്മൂലമാണ് നിലവിലെ താമസക്കാരിൽ നിന്നും ഈ കള്ളന്മാർ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി എഴുതി വാങ്ങിയിരിക്കുന്നത്. ജോലിയിൽ നിന്നും പിരിച്ചുവിടേണ്ടതാണ് അവരെ ആ നിമിഷം തന്നെ. കോടിക്കണക്കിന് ആളുകൾ എത്തുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ അഴിമതി നടത്തിയ ടീംസാണ് ഇതൊക്കെ. ഇതിനപ്പുറം അവർ ചെയ്യും. പാവം ഒരു KSRTC ഡ്രൈവറെ നടുറോഡിൽ വട്ടം വെച്ച് തെറി വിളിച്ച മേയർക്ക് എന്ത് ജനാധിപത്യം? ബുദ്ധിയുറക്കാത്ത പ്രായത്തിൽ മേയർ പദവി കിട്ടിയതോടെ അതിനോടൊപ്പം തന്നെ ആവശ്യത്തിലധികം അഹങ്കാരവും അവർക്ക് കിട്ടി. അതോടെ അധികാരം മുഴുവൻ ഉപയോഗിച്ചത് ജനങ്ങളുടെ നെഞ്ചത്തും ജനാധിപത്യം തകർക്കാനുമാണ്. അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ 18/564 എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്ന് കണ്ടെത്തി. സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ രേഖകൾ പരിശോധിക്കാതെ തന്നെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാമെന്ന് ശുപാർശയും ചെയ്തു. പിന്നാലെ ഇലക്ടറൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി സജി കുമാർ വൈഷ്ണയുടെ പേര് അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ വ്യക്തമായ പ്ലാനോടുകൂടി കുട്ടി മേയറും സംഘവും നടത്തിയ ജനാധിപത്യ കശാപ്പാണ് ഇതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതിലാണ് കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ സമാന്തര ഇടപെടൽ നടത്തിയത്. വൈഷ്ണ താമസിക്കുന്ന വീട്ടിലെത്തി തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും 2 വർഷമായി മറ്റാരും ഇവിടെ ഇല്ല എന്നുമുള്ള സത്യവാങ്മൂലം ഇവർ താമസക്കാരിൽ നിന്നും എഴുതി വാങ്ങി എന്ന് പറയുമ്പോൾ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടു എന്നോർക്കണം. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞെട്ടിച്ചപ്പോൾ ആര്യ രാജേന്ദ്രൻ നാണം കെട്ടു എന്നുറപ്പായി. അതാണ് ഒരു മുഴം മുമ്പേ എന്ന പോലെ ആര്യയെ കോഴിക്കോട്ടേക്ക് നാടുകടത്തി പാർട്ടി ശിക്ഷ വിധിച്ചത്.